ഞാനൊരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എൻ്റെ പരിപാടിയുടെ കൃത്യം തലേദിവസമാണ് കേട്ടോ വന്നത്. വേറെ സാരി എടുക്കാൻ വേണ്ടി ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കടയിൽ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് കൊറിയറിൽ നിന്ന് വിളിച്ചു കേട്ടോ, സാരി ഇന്ന പോലെ ഓർഡർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിന്നെ വേറെ സാരി എടുത്തില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് ഇത് തന്നെ ഉടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ ഇരിക്കുന്നു, എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. എന്നപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. ഞാൻ കൃഷ്ണയിൽ നിന്ന് 2 ബെഡ്ഷീറ്റ് എടുത്തിട്ട് പോന്നു കേട്ടോ. ആടി സെയിലായതുകൊണ്ട് ബെഡ്ഷീറ്റ്സിന് വിലക്കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ബെഡ്ഷീറ്റ് മാത്രം എടുത്തിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഞാൻ തിരിച്ചു ഇവിടെ വന്നിട്ട് സാരി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അവരെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കിനും 6 മണി 7 മണി ആവുമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലൗസ് തയ്ച്ചിട്ട് എനിക്കാണെങ്കിൽ വീട്ടിൽ ഹസ്ബൻഡ് ചേച്ചിയും അവരുടെ ഫാമിലിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഫുഡും ഉണ്ടാക്കണം, എല്ലാം കൂടി നടക്കില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ കൊറിയർ ഓഫീസിൽ പോയിട്ട് അത് കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഒരു 4 മണിയോടുകൂടി എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ വന്നിരുന്ന് കുറേശ്ശെ തയ്ച്ചിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് കേട്ടോ സാരി വന്നിട്ട്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സാരി. ചെക്ക് സാരിയാണ് കേട്ടോ. കളർ വന്നിട്ടൊരു ബ്രൗൺ ആണ്, ഒരു ബർഗൻഡി പോലത്തെ കളർ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് നാളെ രാവിലെ എനിക്കൊരു 8 മണിയാകുമ്പോഴത്തേക്കിനും പോകണം. അപ്പോൾ അതിന് മുമ്പ് ഞാനൊന്ന് പ്രീ പ്ലീറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അഴിച്ചിടാമെന്നാണ് കേട്ടോ ആദ്യം എടുത്ത് നോക്കിയത്. പക്ഷേ അഴിച്ചിടുമ്പോഴത്തേക്കിനും അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ പിന്നെ പ്ലീറ്റ്സ് എടുത്തിട്ട് കുത്തുകയാണ് ചെയ്തത്. അപ്പം പിന്നെ ഉടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. 2-3 മിനിറ്റിനുള്ളിൽ ഞാൻ ഉടുത്ത് കഴിഞ്ഞു കേട്ടോ. കാരണം പ്രീ പ്ലീറ്റും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സാരി ഉടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ എളുപ്പത്തിൽ ഉടുത്ത് കഴിയുവേ. അപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ സാരി ഉണ്ടായിരുന്നത് വിത്ത് ബ്ലൗസ്. ഞാൻ ഏകദേശം ഒപ്പിച്ചൊരു പ്ലെയിൻ ബ്ലൗസ് അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്ര മാച്ചിങ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം കിട്ടിയ ബ്ലൗസ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. പക്ഷേ എനിക്ക് പ്ലെയിൻ ബ്ലൗസ് ഇടണം എന്നായിരുന്നു ആഗ്രഹം. അതെങ്ങനെയാണ് കേട്ടോ സാരി ഉടുത്ത ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ.